ഗായത്രി മന്ത്രം നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് അല്ലേ? പക്ഷെ ഇതൊരു സാധാരണ പ്രാർത്ഥന മാത്രമാണോ, അതോ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ മുഴുവൻ ഒളിപ്പിച്ചുവെച്ച ഒരു കോഡാണോ? അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിലെ 24 അക്ഷരങ്ങൾക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ആ അത്ഭുത ശക്തിയെക്കുറിച്ചാണ്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതെല്ലാം പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യജിയുടെ ഗായത്രി മന്ത്രക്കെ അതിസമർത്ഥ 24 അക്ഷർ എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകളാണ് ഈയൊരു യാത്രയിൽ നമ്മുടെ വഴികാട്ടി. അപ്പോൾ ഈ മന്ത്രത്തിന്റെ ശക്തി ശരിക്കും മനസ്സിലാക്കാൻ നമ്മളൊരു 5 കാര്യങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ആദ്യം ഇത് പ്രപഞ്ചവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കാം. പിന്നെ ഇതിനു പിന്നിലെ ശബ്ദത്തിന്റെ ശാസ്ത്രം എന്താണെന്ന് കാണാം. അതുകഴിഞ്ഞ് നമ്മുടെ സ്വന്തം ശരീരത്തിൽ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും ഇതിൽ വിശ്വാസത്തിനുള്ള പങ്കെന്താണെന്നും നമ്മൾ മനസ്സിലാക്കും. അവസാനം ഈ അറിവൊക്കെ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താം എന്നതിലേക്ക് നമ്മളെത്തും. ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് തന്നെ കടക്കാമല്ലേ? ഈ ഗായത്രി മന്ത്രം അതെവിടെ നിന്നാണ് വന്നത്? എന്തുകൊണ്ടാണിതിനെ പ്രപഞ്ച സൃഷ്ടിയുടെ തന്നെ ഒരു അടിസ്ഥാന കോഡായി കണക്കാക്കുന്നത്? വാ, നമുക്ക് നോക്കാം. സംഭവം എന്താണെന്ന് വെച്ചാൽ, ബ്രഹ്മാവ് 4 വേദങ്ങളും എഴുതുന്നതിനു മുൻപാണ് ഈ 24 അക്ഷരങ്ങളുള്ള ഗായത്രി മന്ത്രം രൂപം കൊടുത്തത്. ഇതിലെ ഓരോ അക്ഷരവും ഒരു വിത്ത് പോലെയായിരുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു കുഞ്ഞൻ ആൽമരവിത്തിൽ നിന്നല്ലേ ഒരു ഭീമാകാരമായ മരമുണ്ടാകുന്നത്? അതുപോലെ ഈ 24 വിത്തുകളിൽ നിന്നാണ് വേദങ്ങൾ എന്ന വലിയ വിജ്ഞാനസാഗരം തന്നെ വളർന്നു വന്നത്. ഇതിനൊരു നല്ല ഉദാഹരണമുണ്ട്. ശിവന്റെ ഡമരുവിൽ നിന്നുണ്ടായ വെറും 14 ശബ്ദങ്ങളിൽ നിന്നാണ് വ്യാകരണശാസ്ത്രം മുഴുവനായി ഉണ്ടായത് എന്നാണ് വിശ്വാസം. ഏകദേശം അതുപോലെ ഗായത്രി മന്ത്രത്തിലെ ഈ 24 അക്ഷരങ്ങളാണ് മുഴുവൻ വേദവിജ്ഞാനത്തിന്റെയും സോഴ്സ് കോഡ് എന്നു പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ മന്ത്രത്തിന്റെ ശക്തിക്കു പിന്നിലെ ആ അടിസ്ഥാന തത്വത്തിലേക്ക് വരാം. അതായത് ശബ്ദത്തിന്റെ ശാസ്ത്രം. ശബ്ദത്തിനെ എങ്ങനെയാണ് നമ്മുടെ യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്താൻ കഴിയുന്നത്? നമുക്ക് നോക്കാം. പുരാതന ഭാരതീയ സങ്കല്പങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ശബ്ദബ്രഹ്മം. അതായത് ശബ്ദമാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച അടിസ്ഥാന ശക്തി. ഇത് വെറുമൊരു ഒച്ചയല്ല, മറിച്ച് ഓം എന്ന പ്രപഞ്ചത്തിന്റെ ആദ്യത്തെ ആ സ്പന്ദനത്തിൽ നിന്നാണ് മറ്റെല്ലാം ഉണ്ടായതെന്നാണ് പറയുന്നത്. ഈ പ്രപഞ്ച സൃഷ്ടിയുടെ ഒരു ഫ്ലോ നോക്കൂ. എല്ലാം തുടങ്ങുന്നത് പരബ്രഹ്മത്തിലെ ഒരു ചെറിയ വൈബ്രേഷനിൽ നിന്നാണ്. അതിൽ നിന്ന് ഓം എന്ന ശബ്ദമുണ്ടാകുന്നു. പിന്നീട് അതിൽ നിന്ന് ഹ്രീം, ശ്രീം, ക്ലീം പോലുള്ള അടിസ്ഥാന ഊർജ്ജ പ്രവാഹങ്ങൾ ഉണ്ടാകുന്നു. അവസാനം ഈ ഊർജ്ജങ്ങളാണ് പ്രപഞ്ചത്തിലെ ഓരോ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്ന ബീജമന്ത്രങ്ങളായി മാറുന്നത്. അപ്പോൾ ഒരു സംശയം വരാം, ശബ്ദത്തിന് ഇത്രയൊക്കെ ശക്തിയുണ്ടോ? നമ്മൾ കഥകളിലൊക്കെ കേട്ടിട്ടില്ലേ, ദീപകരാഗം പാടി വിളക്ക് കത്തിച്ചതും മേഘമൽഹാർ പാടി മഴ പെയ്യിച്ചതുമൊക്കെ. അതൊക്കെ വിട്ടേക്ക്. പക്ഷേ ഇന്ന് ഈ ആധുനിക കാലത്ത് ശബ്ദം കൊണ്ട് സ്റ്റീൽ വരെ മുറിക്കുന്നില്ലേ? സൗണ്ട് തെറാപ്പി ഉപയോഗിച്ച് അസുഖങ്ങൾ മാറ്റുന്നില്ലേ? അപ്പോൾ പണ്ട് പറഞ്ഞ ആ കാര്യങ്ങളിലും എന്തെങ്കിലും സത്യം കാണില്ലേ? ശരി, ഈ പ്രപഞ്ചശക്തിയായ ശബ്ദം നമ്മളുമായി എങ്ങനെയാണ് നേരിട്ട് ബന്ധപ്പെടുന്നത്? അതാണ് അടുത്ത ചോദ്യം. ഈ ഭാഗത്ത് ഗായത്രി മന്ത്രം നമ്മുടെ സ്വന്തം ശരീരത്തിനുള്ളിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഇതൊരു തരം ബയോളജിക്കൽ പ്രോസസ്സ് പോലെയാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ ഗായത്രി മന്ത്രത്തിലെ ഓരോ അക്ഷരവും ഉച്ചരിക്കുമ്പോൾ ആ ശബ്ദം നമ്മുടെ വായിലും തൊണ്ടയിലുമുള്ള നാഡികളിൽ ഒരു വൈബ്രേഷൻ ഉണ്ടാക്കും. ഈ വൈബ്രേഷൻ നമ്മുടെ ശരീരത്തിലെ 24 സൂക്ഷ്മമായ എനർജി പോയിന്റുകളെ അല്ലെങ്കിൽ ഗ്രന്ഥികളെ ആക്ടിവേറ്റ് ചെയ്യും. ഇതിന്റെ ഫലമായിട്ടാണ് നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ കഴിവുകളും ഊർജവുമെല്ലാം ഉണർന്നുവരുന്നത്. നമുക്ക് ആദ്യത്തെ 8 അക്ഷരങ്ങൾ നോക്കാം. ഓരോന്നിനും ഓരോ പ്രത്യേക ശക്തിയും ഗുണവുമാണുള്ളത്. ഉദാഹരണത്തിന്, തത്ത് എന്ന അക്ഷരം വിജയത്തിനുള്ള ശക്തിയെ ഉണർത്തുമ്പോൾ സ എന്ന അക്ഷരം നമ്മളിൽ ധൈര്യമാണ് നിറയ്ക്കുന്നത്. ഇങ്ങനെ ഓരോ ശബ്ദത്തിനും ഓരോ ലക്ഷ്യമുണ്ട്. ഇനി അടുത്ത 8 അക്ഷരങ്ങൾ നമ്മുടെ ആന്തരികമായ കഴിവുകളെയാണ് ഉണർത്തുന്നത്. ഇതിൽ ധേ എന്ന അക്ഷരം ബുദ്ധിശക്തിയെ ഉണർത്താൻ സഹായിക്കുമ്പോൾ ധീ എന്ന അക്ഷരം നമ്മുടെ ധാരണാശക്തിയെ, അതായത് കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവിനെ വർദ്ധിപ്പിക്കുന്നു. അവസാനത്തെ 8 അക്ഷരങ്ങൾ നമ്മളെ കുറച്ചുകൂടി ഉയർന്ന ഒരു തലത്തിലേക്ക് കൊണ്ടുപോകും. ഇതിലെ യാത്ത് എന്ന അക്ഷരം നമ്മളിൽ വിവേകമുണർത്തുന്നു. നിരഞ്ജന എന്ന അക്ഷരം മറ്റുള്ളവരെ സേവിക്കാനുള്ളൊരു മനോഭാവമുണ്ടാക്കുന്നു. അപ്പോൾ ഈ 24 അക്ഷരങ്ങളും ചേർന്ന് നമ്മളെ പൂർണ്ണരാക്കാൻ സഹായിക്കുന്നു. ഓക്കെ, ഈ ശാരീരികമായ പ്രക്രിയയൊക്കെ ഒരു ഭാഗത്ത്. പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമില്ല. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ മന്ത്രത്തിന്റെ ശക്തിയെ പല മടങ്ങ് വർദ്ധിപ്പിക്കുന്ന ആ ഒരു മാനസിക ഘടകത്തെക്കുറിച്ചാണ്. അതാണ് വിശ്വാസം. തുളസീദാസൻ രാമചരിതമാനസത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഭവാനി ശങ്കരോ വന്ദേ ശ്രദ്ധാവിശ്വാസരൂപിണോ. അതായത്
ശ്രദ്ധയും വിശ്വാസവും സാക്ഷാൽ പാർവതീ പരമേശ്വരന്മാരുടെ രൂപങ്ങളാണ്. ഇവിടെ വിശ്വാസമെന്ന് പറയുന്നത് അന്ധവിശ്വാസമല്ല, മറിച്ച് നമ്മുടെ ചിന്തകളെ യാഥാർത്ഥ്യമാക്കാൻ കഴിവുള്ള അതിശക്തമായ ഒരു മാനസിക അവസ്ഥയാണ്. നമ്മുടെ വിശ്വാസം യാഥാർത്ഥ്യത്തെ എങ്ങനെ മാറ്റുന്നു എന്നതിന് സിമ്പിൾ ഉദാഹരണങ്ങളുണ്ട്. ഇരുട്ടിൽ ഒരു കയറ് കണ്ട് നമ്മൾ പാമ്പാണെന്ന് പേടിക്കാറില്ലേ? അതേസമയം ഒരു കല്ലിന്റെ രൂപത്തിൽ ഭക്തിയോടെ ദൈവത്തെ കാണുന്ന ഒരാൾക്ക് അത് ജീവനുള്ള സാന്നിധ്യമാണ്. ഇതിന്റെ ഏറ്റവും പവർഫുൾ ഉദാഹരണമാണ് ഏകലവ്യന്റെ കഥ. വെറുമൊരു മൺപ്രതിമയെ ഗുരുവാരി കണ്ട് ആ ഒരൊറ്റ വിശ്വാസത്തിന്റെ ബലത്തിലാണ് അദ്ദേഹം ലോകം കണ്ട ഏറ്റവും വലിയ വില്ലാളികളിൽ ഒരാളായി മാറിയത്. അതാണ് വിശ്വാസത്തിന്റെ ശക്തി. ശരി, ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് ഒരുമിച്ച് ചേർത്തു നോക്കാം. ഈ അറിവൊക്കെ എങ്ങനെയാണ് ഒരു ചിട്ടയായ പ്രക്രിയയിലൂടെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയുക? അതാണ് അടുത്തത്. സാധന എന്ന് കേൾക്കുമ്പോൾ വെറും പ്രാർത്ഥന എന്ന് കരുതരുത്. ഇതൊരു പ്രത്യേക ആത്മീയ ഫലം നേടാനുള്ള വളരെ ചിട്ടയായ ഒരുതരം സയന്റിഫിക് പ്രോസസ്സാണ്. നമ്മുടെ വ്യക്തിപരമായ ബോധത്തെ ആ പ്രപഞ്ചബോധവുമായി കണക്ട് ചെയ്യാനുള്ള ഒരു ടെക്നോളജിയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇത് മനസ്സിലാക്കാൻ ഒരു അടിപൊളി ഉദാഹരണമുണ്ട്. നമ്മുടെ ആത്മാവ് ഒരു റേഡിയോ ആണെന്ന് വെറുതെ ഒന്ന് സങ്കല്പിക്കുക. ഗായത്രി മന്ത്രം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ എപ്പോഴും ഒഴുകി നടക്കുന്ന ഒരു കോസ്മിക് ബ്രോഡ്കാസ്റ്റാണ്. ഇനി എന്താണ് സാധന? ആ ബ്രോഡ്കാസ്റ്റ് പിടിച്ചെടുക്കാൻ നമ്മുടെ റേഡിയോയെ കൃത്യമായി ആ ഫ്രീക്വൻസിയിലേക്ക് ട്യൂൺ ചെയ്യുന്ന പരിപാടിയാണ് സാധന. സിമ്പിൾ. അങ്ങനെ ചിട്ടയായി പരിശീലിക്കുമ്പോൾ ഗായത്രി മന്ത്രം കാമധേനുവിനെ പോലെ പ്രവർത്തിക്കുമെന്നാണ് പറയുന്നത്. അതായത് ആഗ്രഹിക്കുന്നതെന്തും നൽകാൻ കഴിവുള്ള ആ ദിവ്യ പശുവിനെ പോലെ. അത് ആത്മീയമോ മാനസികമോ ഭൗതികമോ ആയ നമ്മുടെ എല്ലാ കുറവുകളെയും ഇല്ലാതാക്കാൻ സഹായിക്കും. അപ്പോ ഈ പരിശീലനം കൊണ്ട് യഥാർത്ഥത്തിൽ എന്തു പ്രയോജനമാണുള്ളത്? മനുഷ്യൻ അനുഭവിക്കുന്ന 3 അടിസ്ഥാനപരമായ പ്രശ്നങ്ങളെ മറികടക്കാൻ ഇത് സഹായിക്കുമെന്നാണ് പറയുന്നത്. 1. അറിവില്ലായ്മ. 2. ശക്തിയില്ലായ്മ അല്ലെങ്കിൽ കഴിവില്ലായ്മ. 3. ആവശ്യമായ വിഭവങ്ങളുടെ കുറവ്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഗായത്രി മന്ത്രം എന്നത് വെറുതെ ഉരുവിടാനുള്ള കുറച്ചു വാക്കുകളല്ല. അത് നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ അപാരമായ കഴിവിനെ തുറക്കാനുള്ള ഒരു താക്കോലാണ്. അപ്പോൾ ചോദ്യം ഇത്രയുള്ളൂ: ആ താക്കോൽ ഉപയോഗിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആ ശക്തിയെ ഉണർത്താൻ നിങ്ങൾ തയ്യാറാണോ?